സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, രണ്ട് വാക്ക് മാത്രം. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് നമ്മുടെ പ്രിയപ്പെട്ട സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. മഹാനവറുകൾ നമ്മെ വേർപെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് കൊണ്ടുണ്ടായ നഷ്ടം അള്ളാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 90-ാം വാർഷികം ആണ് നമ്മൾ കൊണ്ടാടിയത്. ഈ 90 വർഷത്തെ മൂന്നിൽ 2 ഭാഗം നേതൃത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദുമാണ്. ഈ 60 കൊല്ലത്തിന്റെ 3/2 ഭാഗം നേതൃത്വം വഹിച്ചു. 1986 മുതൽ 66, 76, 86, 96 വരെ 40 കൊല്ലം. അവിടെ മുതൽ 106, അതിന്റെ മുമ്പ് മഹാത്മാക്കളായ പരക്കൽ തങ്ങൾ മുതൽക്കുള്ള മഹാന്മാരായ ഉസ്താദന്മാരൊക്കെ നേതൃത്വം വഹിച്ചു. ഈ 90 വർഷം പൂർത്തിയായ സമയത്ത് അദ്ദേഹത്തിന്റെ വഫാത്തോടനുബന്ധിച്ചുകൊണ്ട് ഉള്ള ഒരു സമസ്തയുടെ വാർഷിക മഹാസമ്മേളനമാണ് നടത്തപ്പെടാൻ അള്ളാഹുവിന്റെ വിധിയുണ്ടായത്. ഇതിനെ നമ്മൾ പഠനം നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ ഇൻഷാ അള്ളാഹ് ഇനിയും പഠനം നടത്തുകയും ഒക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ഏതായിരുന്നാലും ഈ സമ്മേളനത്തിന്റെ പ്രമേയം ആദർശുദ്ധ 90 വർഷം. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രമേയം തെരഞ്ഞെടുക്കാൻ നമ്മൾക്ക് സാധിച്ചത് എന്നിപ്പോൾ മനസ്സിലാവുകയാണ്. കാരണം അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്ന സമയത്ത് നമ്മൾക്കൊരു നല്ല സന്ദേശം തന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം നമ്മളെ വിട്ടുപോകേണ്ടത്. എന്താണ് ആ സന്ദേശം? എന്റെ പൂർവീകന്മാരായ ആളുകൾ നിലനിർത്തിപ്പോന്ന പരിശുദ്ധമായ ഒരു ആദർശം 20 വർഷം ഞാനും അത് ഒരു ലെവലേശമെങ്കിലും വെച്ച് അതിന് നേതൃത്വം വഹിച്ചു പോകുന്ന ഈ പരിശുദ്ധമായ ആദർശം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോവുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്രമേയം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അള്ളാഹു നമ്മൾക്ക് കാരണമാക്കി തന്നത്. അള്ളാഹു അതിന് നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരെ, 1 മാസത്തിലധികം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖളാ ഖദർ അനുസരിച്ചുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിന്റെ ശേഷം അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞത്, ഒരു പക്ഷേ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗമെങ്കിൽ നമ്മൾക്ക് ഒരു വലിയ സഹിക്കാൻ കഴിയാത്ത ഒരു ദുഃഖമാകുമായിരുന്നു. അദ്ദേഹം സൂക്കടായി 1 മാസം കടന്നതിന്റെ ശേഷമുള്ള വേർപാടാകുമ്പോൾ അത്ര ദുഃഖം നമ്മൾക്കുണ്ടാവില്ല. അതും അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്.
അദ്ദേഹം ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഒരു മനുഷ്യന്റെ അവസാന നിമിഷം വരെ ഒരു മനുഷ്യൻ ഒരു മുതഅല്ലിമായിട്ടോ ഒരു മുഅല്ലിമായിട്ടോ അങ്ങോട്ട് മരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. പൊന്നാനിയിലൊക്കെ പഴയ കാലത്ത് ജുമാഅത്ത് പള്ളിയിൽ വയസ്സായ ആളുകൾ മുതഅല്ലിമായി മരിക്കാൻ വേണ്ടി വന്ന് ചേരാറുണ്ടായിരുന്നു. ഇപ്പൊ അതില്ലാതെയായി. മുതഅല്ലിമായിട്ടോ മുഅല്ലിമായിട്ടോ മരിച്ചു പോവുക. ബഹുമാനപ്പെട്ട ഒരു ദർസ് നടത്തി ഫത്വ ചോദിക്കാൻ വേണ്ടി വന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷീണം വന്ന ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ ഒക്കെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി കൊണ്ട് ആണ് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു. ആശുപത്രിയിൽ എത്തിയതിന്റെ ശേഷം അദ്ദേഹം IC യൂണിറ്റിൽ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ഉള്ള അവസരത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ദിക്റിന്റെ ധ്വനി, അള്ളാഹുവിന്റെ ദിക്റിന്റെ ധ്വനി ശ്രദ്ധിക്കാൻ സാധിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു തസ്ബീഹ് മാല കയ്യിൽ കൊടുക്കാൻ അദ്ദേഹം ആ മാല സ്വീകരിച്ച് അതിലിങ്ങനെ ദിക്ർ ചെല്ലുന്നതിനനുസരിച്ച് കൊണ്ട് ആ മാലയുടെ മണികൾ മറിക്കുന്നതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം വഫാത്താകുന്നത് വരെ നമ്മളോട് സംസാരിക്കുന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലും ശുക്റിലും മാത്രമായി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം നമ്മൾ വേർപ്പെട്ടത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആലപ്പുഴ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ ഞാനും ബാപ്പു മുസ്ലിയരും ജിഫരി മുത്തുക്കോയത്തങ്ങളും ജമലുല്ലൈലി തങ്ങളും ഞങ്ങൾ 4 പേരും ഒരേ സ്ഥലത്തായിരിക്കുന്നത്. ഉദ്ഘാടനം 11-ാം തീയതി ഉദ്ഘാടന സെഷൻ. അപ്പൊ 2 ദിവസം മുതൽക്ക് ഉസ്താദിന് കുറച്ച് സൂക്കട് ജാസ്തിയായി വീണ്ടും ICയിലേക്ക് തന്നെ കൊണ്ടുപോയി ഉള്ള ഞങ്ങളൊക്കെ ഒരു ഭയങ്കരമായ ഒരു മാനസികമായ ഒരു പ്രയാസത്തിൽ ഉള്ള ഒരു സമയം, വളരെ പ്രയാസത്തിലുള്ള ഒരു സമയമാണ് ഇത്. ഉദ്ഘാടന സെഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജമലുല്ലൈലി തങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ സമയത്ത്, ആ വിഷമമുള്ള ആ സമയത്ത് ഒരു മെസ്സേജ്, ഉസ്താദിന് ഭയങ്കര സുഖം, നല്ല ഒരാശ്വാസം, അൽഹംദുലില്ലാഹ്. ആ ഒരു സന്തോഷം ഞങ്ങളൊക്കെ പങ്കിട്ടു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പങ്കിട്ടു. അപ്പോഴേക്ക് ബാപ്പു മുസ്ലിയാരുടെ ഫോണിലേക്ക് വിളി. ആസ്പത്രിയിൽ നിന്ന് ഡോക്ടർമാരൊക്കെ വന്നുപോയി വളരെ സന്തോഷം പ്രകടിപ്പിച്ചു, ഉസ്താദിന് വളരെ സുഖാണ്. അപ്പൊ നമ്മൾക്ക് ആ സമ്മേളനം നടത്താനുള്ള ആ മാനസികമായ ആ പ്രയാസം പെട്ടെന്നാണ് ഇല്ലാതെയാക്കി. പിന്നെ ദിവസം ബാപ്പു മുസ്ലിയാർ വിളിച്ചു നോക്കും, അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് നല്ല അതേമാതിരി, അതിൽ കൂടുതൽ ഡോക്ടർമാരൊക്കെ നാളെ തന്നെ റൂമിലേക്ക് തന്നെ മാറ്റാന്ന് പറയുന്നുണ്ട് എന്നുള്ള ഈ സന്തോഷം നമ്മളെ സമ്മേളനം കഴിയുന്നത് വരെ അന്ന് രാവിലെ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം, എല്ലാം പൂർത്തിയാക്കിയതിന്റെ ശേഷം ഈ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു. ബഹുമാനപ്പെട്ടവർ നമ്മളോടൊപ്പം ഓരോ സദസ്സുകളിലും മുഷാവറയിലും ഫത്വാ കമ്മിറ്റിയിലും മറ്റുള്ള എല്ലാ സദസ്സുകളിലും നമ്മളോടൊപ്പം ഇപ്പോഴും ഇരിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നുകയാണ്. ആ തോന്നലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്വർത്ഥമാക്കിക്കൊണ്ട് എല്ലാ സമയത്തും നമ്മളെ കൂടെ അള്ളാഹു അദ്ദേഹം ഉണ്ടായി അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും നല്ല നിലക്ക് അള്ളാഹു ആക്കി തെരുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ആ ഇൽമിയായ നസബയും ശാരീരികവും ആത്മീയവുമായ നസബ, അദ്ദേഹത്തിന്റെ ശാരീരികമായ നസബ അള്ളാഹു വലിയ പണ്ഡിതന്മാരുടെ തറവാട്ടിലാണ് ജനിച്ചത്. ആത്മീയമായ നസബ എന്ന് പറഞ്ഞാൽ മൻ തഅല്ലമ മിന്നി മസ്അലതൻ ഫഹുവ വലദി, എന്നിൽ നിന്ന് ഒരു മസ്അല ഒരാൾ പഠിച്ച അവൻ എന്റെ മകനാണെന്ന്, ആത്മീയമായ പിതാവ്. അപ്പോ ആ ആത്മീയമായ അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ അവരൊക്കെ വലിയ മഹാന്മാര്. കുത്തുബിത്തങ്ങളുടെയൊക്കെ പ്രത്യേക ഇജാസത്ത്, പലപ്പോഴും കുത്തുബിത്തങ്ങളുടെ പ്രത്യേകമായ ഇജാസത്ത് മഹാനവർക്കുണ്ടായിരുന്നു. ഔറാദുകളും ദിക്റുകളൊക്കെ പതിവാക്കിയിരുന്നു. മഹാനവറുകളുടെ മദ്ഹുകൾ ഒരുപാട് പറയാനുണ്ട്, സമയമില്ല. അള്ളാഹു മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഈ കൂടിയതൊക്കെ വലിയ സാലിഹായ അമലായി അള്ളാഹു സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ.
ഇവിടെ എങ്ങനെയാണോ നമ്മൾ വേർപ്പെട്ടതെങ്കിൽ അതുപോലെ നമ്മളുടെ കൂടെ, നമ്മൾ അവരുടെ കൂടെ, ഉലമാവിന്റെ കൂടെ, മഹാന്മാരായ അമ്പിയാക്കളോട് കൂടെ നാളെ മഹ്ശറിയിലും അല്ലാഹു അലാമാ തമൂതൂന തുഹ്ശറൂന എന്ന് പറഞ്ഞ് ആ നിലക്ക് തന്നെയുള്ള ഹശ്ർ ഉണ്ടാകുക. ഹജ്ജ് ചെയ്യുമ്പോൾ ഒരാൾ വഫാത്തായ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് മഹ്ശറിയിൽ വരിക. നാളെ മഹ്ശറിയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ടവര് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആ ഉന്നത സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ ഈ അമ്പിയാക്കൾ പ്രതിനിധീകരിക്കുന്ന ഈ മഹത്തായ ഈ ഉലമാവിന്റെ നേതൃസ്ഥാനത്ത് ഇരുന്ന് ആ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ നാളെ മഹ്ശറിയിൽ ഒരുമിച്ച് കൂടാനും നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.